ഞാനും നാദിരിയും കൂടി ഇന്ന് നീതുവിന്റെ വീട്ടിൽ വന്നേനുവേ. നോക്കുമ്പോൾ അമ്മമ്മ ഇവിടെയുണ്ട്. അപ്പൊ അമ്മമ്മ ഇങ്ങനെ കൊറേ എന്താ പറയുക തമാശകൾ പറയൂ, അങ്ങനെയെല്ലാം പറയും. അപ്പൊ അമ്മമ്മേനോട് ഞാൻ വിചാരിച്ച് വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, വെറുതെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് വെച്ച് 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മമ്മ നല്ല മറുപടികൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ വിചാരിച്ച് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മമ്മേനോട് ചോദിക്കാം അല്ലെ. അമ്മമ്മേനോട് കുറച്ച് കാര്യം ചോദിക്കട്ടെ. അമ്മമ്മ ഒരു പാട്ട് പാടിത്തരുക. അറിയുന്ന പാട്ട് മതി സുന്ദരി, എന്നാലും അറിയുന്ന ഒരു പാട്ട്. വെറുതെ മൂളലില്ല. ഏതോ ഒരു ഒതേനന്റെ പാട്ട് പാടലുണ്ട് എന്ന് പറഞ്ഞു. ഒതേനന്റെ പാട്ട് അതൊന്ന് പാടിത്തരുവാ. ആ ഞാൻ കേക്കട്ടെ. എന്നാലും ഒറ്റൊരു പാട്ട് ഒന്ന് പാടി വെക്കാം. നന്നായിട്ട് പാടി അമ്മമ്മക്കൊരു ചക്കര ഉമ്മ. നന്നായിട്ട് പാടീനി അമ്മമ്മ. എന്നാലും ഇത്രയും എന്താ പറയാ പണ്ടുള്ള ആ ഒരു പാട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ ഈ പാട്ടൊന്നും. പാടി തന്നില്ലേ അമ്മമ്മേന്റെ കുട്ടിക്കാലത്ത് അമ്മമ്മേന്റെ എന്താ പറയാ ഇഷ്ടപ്പെട്ട കളികളെല്ലാം എന്തേനും? അന്നേരം ഈ ടി വി ഒന്നും ഇല്ലല്ലോ. ആ അന്നേരം എങ്ങനെ നിങ്ങൾ ഈ കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ കളിക്കുമല്ലോ ചെയ്യാ? അതേനെ. മാലയല്ലേ ഇതിനെ കൊണ്ട് ഓർക്കും അന്നേരോ? എറിഞ്ഞിപ്പോ ഇപ്പൊ പൂവൊന്നും അങ്ങനെ നമ്മളെ വീട്ടിലുണ്ട്. നമ്മളെ വീട്ടില് അതേല്ലേ. അമ്മമ്മ അതേനെ. ആ അന്നേരം എങ്ങനെയാ കുപ്പായെല്ലാം അങ്ങനത്തെയാ നൈറ്റിയെല്ലാം ഉണ്ട് അന്നേരം? പാവാടി ഇങ്ങനത്തെ ബ്ലൗസുവാ? അമ്മമ്മ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മമ്മേന്റെ കുട്ടിക്കാലത്ത് ഈ വിദ്യാഭ്യാസവും ഇല്ലേ, സ്കൂളും അതെല്ലാം ഉണ്ടാ? അമ്മമ്മ പോയിനി? 5 വരെയാ? ഏടെ തൊടിയിക്കട സ്കൂളിലാ? അമ്മമ്മ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വീട്ടിലുള്ള സത്യ? ഇങ്ങനെ ഇതൊക്കെ പാട്ടെല്ലാം ഇങ്ങനെ പാടിയിട്ടില്ല? അതെയാ. അന്നേരം ഈ സ്കൂളെല്ലാം വിട്ട് വരുമ്പോ എന്നാ കഴിക്കാനെല്ലാം ഉണ്ടാവുക? ബേക്കറി ഒന്നും ഇല്ലേനല്ലോ. എന്നാ കഴിക്കുക? ചോറ് തന്നെ തിന്നോ? കറിയെല്ലാം ഉണ്ടാവും? അതേനെ. അതുകൊണ്ട് വെച്ച് നോക്കുവാൻ പിന്നെ കുറെ കഴിഞ്ഞ 3 കുട്ടികള്. അതെയാ. 2 പെണ്ണും. അമ്മമ്മ എന്നാ പണിക്കെല്ലാം പോക്കുണ്ടേനുവാ? പണിക്ക് പോകുന്ന തേങ്ങ അടക്ക ഇതിലൊക്കെ പണിയുണ്ട്. കണ്ടത്തിൽ പോകാൻ നേരമുണ്ട്. എന്നാലും പണി കഴിച്ചപ്പോൾ ഞാൻ പാടിക്കണ്ടത്തിൽ പോകും. പണിയാണവര് പറഞ്ഞുകൊണ്ട് ആരും കഞ്ഞൻ കുടിക്കില്ല. പിന്നെ കുടിക്കാൻ വെള്ളം വരെ കിട്ടൂല. അങ്ങനെ കുടിക്കും. കൂലിയെല്ലാം കുറവായിരിക്കും. അന്നേരം കൂലി കുറവേനു അല്ലേ? മോന് വരെല്ലാം കെട്ടിയാല് ജന്മിത്തം വാണിരുന്നൊരു കാലം അല്ലേ ആ സമയത്ത് അല്ലേ? കെട്ടിന് പോലെ നേരം ഉണ്ടാവും. കെട്ടല് നമ്മൾ പണിയെടുക്കുന്ന ബാണിയെടുക്കാണ്. അതേനാ കുഞ്ഞു കുട്ടിയാണ് അവന്റെ പേര്. എല്ലാം ഉണ്ടെന്നാ പറഞ്ഞാൽ അത് അന്നേരം പണിക്കെല്ലാം പോകുമ്പോ ഇപ്പൊ നമ്മളെല്ലാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ഇപ്പം പുറത്ത് ജോബിനെല്ലാം ജോബ് എന്ന് വെച്ചാൽ ജോലിക്കെല്ലാം പോകാണ്ടിരിക്കുന്നത് മക്കളെ വീട്ടിൽ ആരും നോക്കാനില്ലാത്തോണ്ടാ. അപ്പൊ അമ്മമ്മേന്റെ കാലത്ത് ഇപ്പം അമ്മമ്മേന്റെ മക്കളെയെല്ലാം ഏടിയാക്കിയിട്ട് അമ്മമ്മ പണിക്കെല്ലാം പോവാ. അമ്മമ്മേന്റെ അമ്മയെല്ലാം ഉണ്ടാവും അല്ലേ? നല്ലോണം നോക്കുവല്ലേ? അതേനെ.
ആ താച്ചില്ലേ താച്ചിയമ്മ എന്നല്ലേ അന്നല്ല അമ്മമ്മ താച്ചീനെ വിളിക്കുക. പരമസുഖല്ലേ അന്നേരം ഒന്നും അമ്മമ്മ അസുഖങ്ങളില്ല. പിന്നെ എന്താ പറയണ്ടേ, നമ്മളെ എന്താ പറയുക പ്രകൃതിയിലുള്ള ഉണ്ടാകുന്ന പിന്നെ ഭക്ഷണങ്ങൾ എന്താ വെച്ചാൽ മണ്ണിലുണ്ടാകുന്ന കപ്പ, ചക്ക, പിന്നെ കപ്പ, പിന്നെ മധുരക്കിഴങ്ങ്, ചേന, അങ്ങനെ ചേമ്പ്, അങ്ങനത്തെ തിന്നു. അന്നേരം രോഗങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം ബേക്കറിയിൽ തിന്നോണ്ട് രോഗങ്ങൾ വരുന്നല്ലേ. അമ്മമ്മക്കൊരു കാര്യമുണ്ട്, ഇപ്പൊ കപ്പ, ചക്ക അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പപ്സ്, ചിക്കൻ റോള്, ബിരിയാണി, പൊറോട്ട ഇങ്ങനത്തെ കഴിക്കൂ. അമ്മ കഴിക്കുവല്ലേ എന്തിനാ മര്യാദ കൊണ്ടുതരും. അതെ ഇപ്പൊ കപ്പ വെച്ചിട്ട് വേണ്ട ബിരിയാണി അമ്മമ്മ അതെല്ലാം തിന്ന് നിന്ന് മടുത്തിയല്ലേ അമ്മമ്മ അല്ലേ കപ്പയെല്ലാം. കപ്പയിൽ തിന്ന് മതി. കപ്പൻ നമ്മളെന്നെ നട്ടുണ്ടാക്കും കപ്പക്കല്ലോ. അമ്മമ്മ ഞാൻ അതേപോലെ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചെന്ന് വെച്ചാല്, ഇപ്പത്തെ പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിച്ച് കഴിഞ്ഞ മിക്ക സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലോ. പേടിച്ചോയാ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലോ. അതെന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഈ വേദുകുളി പിന്നെ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് നടുവേനയും ഇല്ല, മുട്ടുവേനയും ഇല്ല. അതെന്നാ ആ സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നാ ഭക്ഷണം കൊടുക്കുക? രാവിലെ, ഉച്ചക്ക്, രാത്രി എന്നാ കൊടുക്കുക? ചോറ് തന്നെ കൊടുക്കുക. ചോറ് കൊടുക്കും. പിന്നെ 28 ദിവസവും കിടക്കണം അല്ലെ, കട്ടിന്റെ മുകളിൽ നേരിടേക്കരുത്, കിടന്നോളുക. വേദുകുളി, വേദുവെള്ളം വെച്ചിട്ട് കുളിക്കും. പിന്നെ മുണ്ട് അരയിലും മുറുക്കി കെട്ടും അല്ലെ. അങ്ങനെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെ, വരിഞ്ഞു കെട്ടണോ? അന്നേരം ഈ ഓപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ, എല്ലാം സുഖപ്പെടും. അതെ തന്നെ. പണ്ടല്ലേ ഈ വയറ്റാട്ടത്യം അങ്ങനെ അവരല്ലേ പ്രസവം എടുക്കും, ആശുപത്രി ഒന്നുമില്ല. അങ്ങനെ എടുക്കും അല്ലെ. ഒന്നുമില്ല അല്ലെ. അങ്ങനെയല്ലേ, തന്നിലിട്ട് തരിച്ചിട്ട് പെറ്റോളുവാന്ന്. അതെ, പണ്ട് എന്ന് പറഞ്ഞാല് വീട്ടിലുള്ള അമ്മമ്മമാര് കുട്ടികളെ എടുത്ത് അവരെ എണ്ണ തേച്ച് ഇതെല്ലാം ആക്കി കൊറേ സമയം പായിലൊക്കെ കിടത്തി എന്നിട്ടുള്ള കുളിപ്പിക്കലും ചെയ്യും. ഇപ്പൊ പാളയൊന്നും കുളിപ്പിക്കുന്നില്ലല്ലോ. കുളിപ്പിക്കുന്നില്ല ഇപ്പൊ. പണ്ടല്ലേ ഈ പൊന്നില്ലേ, പൊന്നിനെല്ലാം വില പിന്നെ കുറവേനെന്ന് പറയുന്നതായിട്ട്, തീരെ കുറവേനെന്ന്. ഇപ്പല്ലേ കൂടിയല്ലേ. പണ്ട് നെല്ലെല്ലാം പിന്നെ മൂർന്ന് കൊണ്ടുവന്നിട്ട് ചൊറിയൂല. അല്ല, നെല്ലന്നേരം നമ്മള് ഒരലിനകത്തിട്ട് കുത്തി എന്നിട്ട് അങ്ങനെ അരിയാക്കി എടുക്കുക. പുഴുങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് കുത്തിയിട്ട് അരിയാക്കി എടുക്കുമല്ലേ ചെയ്യാ. പക്ഷെ അന്നേരം അതിന്റെ ഇത് പോഷകം ഇതൊക്കെ കൊറേ കുറയൂലേ. അന്നേരം വെളിച്ചെണ്ണ അങ്ങനത്തെയുള്ള എങ്ങനെയാണ് നിങ്ങൾ ആട്ടിപ്പിക്കുക ചെയ്യാ? അതേനെ. പിന്നെ അന്നേരം എങ്ങനെയാ പിന്നെ ചക്ക, മാങ്ങ, അമ്മമ്മേന്റെ കല്യാണം എവിടുന്നേനു? അമ്പലത്തിൽ വെച്ചിട്ടാ അല്ലല്ലോ? എങ്ങനെയാ നാണം വന്നാ കല്യാണം? എങ്ങനെയാ അമ്പലത്തിൽ വെച്ചിട്ടാ നടത്തല്? അന്ന് വീട്ടിൽ നിന്ന് തന്നെയാ? അന്നേരം ഭക്ഷണം എല്ലാം എങ്ങനെയാ? അവിലും അങ്ങനെയൊക്കെ ആയിരിക്കൂലേ? അവിലും ചായയും അങ്ങനെ എങ്ങാണ്ടേ കല്യാണത്തിന്? അതെയാ. അല്ല, പണ്ട് ചില ആൾക്കാർ പറയുന്നേക്കാ പണ്ട് കാലത്ത് ഈ അവിലും ചായയൊക്കെ ആയിരിക്കും കല്യാണ സമയത്ത്. ചോറാ. അന്നേരം ഈ ഒപ്പിടലും രജിസ്ട്രേഷൻ അതൊന്നും ഇല്ലല്ലോ.
വെറുതെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ താലി കെട്ടുക. അമ്പലത്തിലിപ്പോ ഒന്നും പോയില്ല. കല്യാണമായിട്ട് കൊടവർക്കാർ വരില്ല. മോദിക്ക വരിക കൊടവർക്കാർ. ഇപ്പൊ രാത്രിയാ ഉണ്ടാവുക? രാത്രി ഉണ്ടാവുക. നമ്മളെ മോദിക്ക ഉണ്ടാവുക. കല്യാണോ? കല്യാണം പകലല്ല. കൂട്ടിയിട്ട് പോകും. പകലല്ല. പകലല്ല. മോദിക്ക കൊടവർക്കാരെല്ലാം വരിക. മോദിക്ക ഉണ്ടാവുക. അതുപോലെ അമ്മമ്മ പണ്ട് കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ വീടുകളിലൊന്നും അങ്ങനെയില്ല. പക്ഷെ ഈ പണ്ട് കാലത്ത് കേട്ടതാണ് ഈ സ്ത്രീകൾക്ക് അതായത് ആർത്തവായി കഴിഞ്ഞാല് പിന്നെ ഒരു റൂം പ്രത്യേകം, ഒരു മുറിയിൽ പ്രത്യേകം അവരെ അവിടെ ആക്കൂ. എന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ കൊടുക്കും. അതെ അത് ബാല്യക്കാരൻ കാണാണ്ട് അർപ്പിച്ചോണ്ട് പൊട്ടിയിട്ട് കൊണ്ടുകൊടുക്കുക. ഓ ബാല്യക്കാര് കാണാറ്. പൊട്ടിയിട്ട് ബാല്യക്കാരൊന്നും കാണാറ്. കാണാണ്ട് ഓ അങ്ങനെയുണ്ടല്ലോ. കൊണ്ട് കൊടുക്കുക ചോറ്. എന്നാൽ 7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാവൂ. അങ്ങനെ പുറത്തിറങ്ങൂലല്ലോ. ഇറങ്ങുകയില്ല. അവര് കിടന്ന പായി ഇതെല്ലാം പുഴയിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് ഞങ്ങൾക്ക് വലിയ കുളമുണ്ട്. വലിയ നോക്കുന്ന വീട്ടുകാരോ ആ കുളത്ത് പോയിട്ടാണ് കുളിക്കുകയെല്ലാം ചെയ്യാം. കുളത്തില് മുങ്ങിയിട്ട് കുളിക്കും. എന്നിട്ടാണ് കേറുക അല്ലെ? വീടെല്ലാം അടിച്ചു കളിച്ച് ആ കുളത്തിൽ വരെ കുളിക്കുക വെച്ചിട്ട് ഭയങ്കര അഞ്ചാണല്ലോ. അന്നേരം അയിത്താണ്. ഇന്ന് അങ്ങനെയൊന്നും ഉള്ള പ്രശ്നങ്ങളില്ല. ചുറ്റമില്ല. പക്ഷെ അങ്ങനെയുള്ള അയിത്തെല്ലാം വേണം അമ്മമ്മ പറയുന്നത്. അങ്ങനെയെല്ലാം ഉണ്ട്. അമ്മമ്മേന്റെ ഭർത്താവിന്റെ പേരെന്തേനു? തമ്പാച്ചി ബാലൻ. തമ്പാച്ചി ബാലനാ? സുന്ദരനില്ലേ മോളെ? സുന്ദരനേനു സുന്ദരനേനു സുന്ദരന്മാരാ. അതെയാ? ഫോട്ടോ ഉണ്ടാ? ഫോട്ടോ ഉണ്ടാ? ഫോട്ടോ വന്നിട്ട് വീട്ടിലുണ്ട്. അതെന്നെ. അമ്മമ്മയും സുന്ദരിയേനു? ഞാൻ ഇപ്പൊ എന്നാ സുന്ദരിയല്ലേ? അപ്പൊ ഓന്റെ വീടുണ്ട്. നമ്മളെ കോടി ചെന്ന ചോദിക്കണം. പണ്ടുള്ള 4 കെട്ട് വീടല്ലേ ആയിരിക്കൂലേ? 4 കെട്ട് വീടല്ലേ? 4 കെട്ട് വീട്. ഒരു ഒറ്റയ്ക്ക് പിന്നെ അതെങ്ങനെയാ അറ്റ കൊണ്ടിട്ട് ഒരു കാര്യം കഴിച്ച് പറഞ്ഞ മോചാനും ബലമ കൊണ്ടുകൊണ്ടിട്ടാ ഒരു കടി കഴിച്ചിട്ട് ഒറ്റയടി മോര് ഒരു പറഞ്ഞേച്ചി അങ്ങനെയല്ല ജീവിടൂ. അത് പണ്ടത്തെ ജന്മികൾ അങ്ങനെയല്ലേ? പണ്ടുള്ള ജന്മികളെ എന്താ പറയാ, ജന്മികളെ ആധിപത്യം അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ. ആര് പറയാറിയ കറ്റ കൊണ്ടടിച്ച് ഒരു കടി കഴിച്ചിട്ടു അന്നും വെറുക്കല ഉണ്ടാവില്ലേ? മൂന്ന് കൊണ്ടിട്ട് കഴിച്ചിട്ട് ചെടി മൊയ്യിന മൊയ് കൺപായി വന്നു അങ്ങനെ ചെയ്തോളൂ. ബുക്ക് കിച്ചന്റെ പണിക്ക് അനക്ക് കണ്ടത്തില്ല. പണിക്ക് നേരം ഉണ്ടാവില്ല. കുഞ്ഞിക്കിட்ட വിടൂല. തേങ്ങ ഇടയ്ക്ക് കുഞ്ഞിക്കുട്ടനാരാ? കുഞ്ഞിക്കുട്ടനാരാ? പണിയെടുക്കുന്നയാളാണ്. പണിയറാവത് മൊക്ക കോഴിയാറാ. ഭയങ്കര കോഴിയാറാ. എന്നിട്ട് പറ, ബാക്കി പറ. എന്നാ പറഞ്ഞ കുഞ്ഞിക്കിട്ടൻ വിടൂല. വിടൂല. എന്നിട്ട് ടാങ്ക് അടക്കട്ട് ടാങ്ക് അടക്കുമ്പോൾ അന്ന നോക്കിയത് എന്റെ അമ്മമ്മയല്ലേ? പിന്നെ 4 മാസം ഉള്ളേരം തൊട്ടിട്ട് എന്റെ അമ്മ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ അമ്മമ്മേന്റെ അടുത്ത് ആക്കിയിട്ടാന്ന് പോവുക. അതെ അമ്മമ്മ. ഞാൻ വീട്ടിൽ കൂട്ടിക്കൊണ്ട് മിനിറ്റ് കൊടുക്കാൻ വിടുക. വീട്ടിൽ കൂട്ടിക്കൊണ്ട് പാലും വെള്ളമായി കൊടുക്കും. ഇവളെയാ? വെറും പാലും വെള്ളവും. പാലും വെള്ളം വീട്ടിൽ പോയാൽ ആർക്ക് കൊടുക്കുന്നതിന് മുമ്പിൽ കുഞ്ഞു പേർക്ക് കാണുമ്പോൾ ഓനെ വിളിക്കുക ആച്ചാനാ. അന്ന് ആശാനാ? അച്ചാന്ന്. ഞാനെന്നാ വിചാരിക്കുക അന്റെ കുട്ടീനെ ജോലിയാലും കുട്ടികളെ തൊടിക നാട്ടിൽ എല്ലാ വീട്ടിലും കൂട്ടിട്ട് പോകും. അമ്മ വൈകുന്നേരം വരുന്നവരെ സമയം പോണ്ടേ അല്ലേ? ധൈര്യം കൊടുക്കൂ. മാക്സി ഇട്ട് ആളെ കാണുമ്പോഴത്തേക്ക് കരയാൻ തുടങ്ങും അല്ലേ മമ്മേ? നോക്കി